ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ച് ത്രേതായുഗ കാലഘട്ടത്തിൽ ഭാരതത്തിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലും നടന്ന സംഭവങ്ങളാണ് രാമായണത്തിൽ പരാമർശിക്കുന്നതായിട്ട് അവർ വിശ്വസിക്കുന്നത്. അതേസമയം രാമായണം എന്ന് പറയുന്നത് വെറും ഒരു കെട്ടുകഥയാണ്, അല്ലെങ്കിൽ ഒരു സാങ്കല്പികമായിട്ട് എഴുതപ്പെട്ട ഒരു കഥ മാത്രമാണെന്ന് വിശ്വസിക്കുന്നവരും വാദിക്കുന്നവരുമുണ്ട്. യാഥാർത്ഥ്യത്തിൽ ഈ രാമായണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിക്കും ആ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. അതോ വാൽമീകി എന്ന മഹാഋഷിയുടെ മനസ്സിൽ പിറന്ന ഒരു കഥ മാത്രമാണോ ഇത്? ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? നമുക്കിന്ന് പരിശോധിക്കാം. ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു ചന്ദ്രശേഖർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഭാരതത്തിൽ ജീവിച്ചിരുന്ന മഹാഋഷിയായിട്ടുള്ള വാൽമീകിയാണ് ഈ രാമായണത്തിന്റെ രചയിതാവ്. ഇതിൽ ഏകദേശം 24,000 കാവ്യങ്ങളും 7 കാണ്ഡങ്ങളുമാണുള്ളത്. ഈ രാമായണത്തിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങൾ ഹിന്ദു വിശ്വാസ പ്രകാരം സംഭവിക്കുന്നത് ഒരു കൽപ്പത്തിലെ നിലവിലെ വൈവസ്വത മന്വന്തരത്തിലെ 24ാമത് ത്രേതായുഗ കാലഘട്ടത്തിലാണ്. ഹിന്ദുമത വിശ്വാസ പ്രകാരം ഓരോ കാലഘട്ടങ്ങളെ അല്ലെങ്കിൽ സമയങ്ങളെ യുഗങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെയാണത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. അത് അറിയാൻ താല്പര്യമുള്ളവർ, കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ അതൊന്ന് പോയി കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. നിലവിലുള്ള ആധുനിക ശാസ്ത്രത്തിന് ഒരുപക്ഷെ അംഗീകരിച്ച് തന്നെ കഴിയാത്തത്രയും പഴക്കമുള്ള അല്ലെങ്കിൽ ഏറെ കാലം പിന്നിലുള്ള ഒരു സമയത്താണ് ഈ രാമായണത്തിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത്. എന്നിരുന്നാലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് റിസർച്ച് ഓൺ വേദാസ് പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ശ്രീരാമന്റെ ജനന വർഷം കണക്കാക്കിയിരുന്നു. അതില് അവർ കണക്കാക്കിയത് അത് ജനുവരി 10, 5114 BCE എന്നാണ്. ഇനി രാമായണം സംഭവിച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് എന്താണ് ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന തെളിവുകൾ, അല്ലെങ്കിൽ ഇതിനെ ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടോ, എന്തെങ്കിലും യാഥാർത്ഥ്യങ്ങൾ ഉണ്ടോ? രാമായണം നടന്നതാണ് എന്നതിന് പ്രധാനമായിട്ടുമുള്ള ഒരു തെളിവായിട്ട് മുന്നോട്ട് വെക്കുന്നത് കോബ്ര ഹൂഡ് കേവ് ആണ്. ഈ ഒരു ഗുഹ ഇന്ന് ശ്രീലങ്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വളരെ പഴക്കം ചെന്നൊരു ഗുഹയാണ്. ഇതിന്റെ മറ്റൊരു രസകരമായിട്ടുള്ള വസ്തുത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മൂർഖം പാമ്പിന്റെ അല്ലെങ്കിൽ കോബ്രയുടെ രൂപത്തിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. ഇത് 100% പ്രകൃതിയിൽ തന്നെ ഉരുത്തിരിഞ്ഞു വന്നതാണെന്നാണ് ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇതിന് മനുഷ്യന്റെ കരസ്പർശം ഏൽക്കാതെയാണ് ഈ ഒരു ആകൃതി കൈവന്നത് എന്നാണ്. ഇതിനെ പരുമക നാഗുലിയ ലന എന്നും വിശേഷിപ്പിക്കാറുണ്ട്. സീതാദേവിയെ അപഹരിച്ച് കൊണ്ടുവന്ന ശേഷം രാവണൻ ഇവിടെയും പാർപ്പിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ഗുഹയ്ക്കുള്ളിലായിട്ട് 1000 വർഷങ്ങൾ പഴക്കമുള്ള രാമായണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ, പെയിന്റിങ്സ് നമുക്ക് ഇന്നും കാണാൻ കഴിയും. ഇത് നിലനിൽക്കുന്നതിന് അടുത്തായിട്ട് തന്നെ സിഗ്രിയ എന്ന സ്ഥലത്ത് ശ്രീലങ്കയിൽ തന്നെ അതിപുരാതനമായിട്ടുള്ള ഒരു കൊട്ടാരം ഒരു പാറയ്ക്ക് മുകളിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് അതിപുരാതന കാലഘട്ടത്തിൽ കുബേരൻ നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഇത് രാവണൻ കൈവശപ്പെടുത്തിയെന്നും ഉപയോഗിച്ചിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. ഇന്നും ശ്രീലങ്കയിലെ സിഗിറിയയിൽ നമുക്ക് ഈ കൊട്ടാരം കാണാൻ സാധിക്കും. തന്റെ പത്നി കൈകേയിയുടെ ഉപദേശമനുസരിച്ച് മകൻ ശ്രീരാമനോട് 14 വർഷത്തെ വനവാസത്തിന് പോകാനായിട്ട് ദശരഥ മഹാരാജാവ് ആജ്ഞാപിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അനുജൻ ലക്ഷ്മണനെയും പത്നിയായ സീതാദേവിയെയും കൂട്ടി വനവാസത്തിനായി ഇറങ്ങി പുറപ്പെടുന്നു. ഈ 14 വർഷ വനവാസ കാലഘട്ടത്തിൽ ഏകദേശം 2.5 വർഷത്തോളം ശ്രീരാമചന്ദ്ര ഭഗവാനും അദ്ദേഹത്തിന്റെ അനുജൻ ലക്ഷ്മണനും ഭാര്യ സീതാദേവിയും ചേർന്ന് ഒരു കുടിൽ കെട്ടി താമസിച്ചത് പഞ്ചവടി എന്ന സ്ഥലത്താണ്. ഇവിടെ വെച്ചാണ് പിന്നീട് രാവണൻ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത്. ഇന്നും നമുക്ക് മഹാരാഷ്ട്രയിലെ നാസിക്കിനടുത്ത് ഗോദാവരി നദിയുടെ തീരത്തായിട്ട് പഞ്ചവടി എന്ന സ്ഥലം കാണാൻ സാധിക്കും. രാവണൻ സീതാദേവിയെ അപഹരിച്ച ശേഷം ലങ്കയിലേക്ക് കൊണ്ടുവരുന്നു. അന്ന് ലങ്കയിൽ സീതാദേവിയെ പാർപ്പിച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് അശോകവാടിക. രാവണൻ സർവ്വസുഖ സൗകര്യങ്ങളോടും കൂടിയിട്ട് തന്റെ കൊട്ടാരത്തിൽ താമസിക്കാനായിട്ട് സീതാദേവിയെ ക്ഷണിക്കുന്നു. എന്നാൽ ആ ക്ഷണം നിരസിച്ച സീതാദേവി അശോകവാടികയിൽ ഒരു അശോക മരത്തിന്റെ താഴെ താമസിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വെച്ചാണ് പിന്നീട് ഹനുമാൻ ശ്രീരാമന്റെ ദൂതനായി വന്ന് സീതാദേവിയെ കണ്ടെത്തുന്നതും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ മോതിരം ദേവിക്ക് കൈമാറുന്നതും. ഇന്നും നമുക്ക് ശ്രീലങ്കയിൽ നുവാറ എലിയ എന്ന സ്ഥലത്തിനടുത്തായിട്ട് ഹക്കാല ബൊട്ടാനിക്കൽ ഗാർഡന് സമീപം ഈ അശോകവാടിക എന്ന സ്ഥലം കാണാൻ സാധിക്കും. ഇതൊരു പൂന്തോട്ടമാണ്. ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്ന സീതാ അമ്മൻ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. ഇവിടെ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ സീതാദേവി പ്രാർത്ഥിച്ചിരുന്നത് നിത്യേന ഈ ക്ഷേത്രത്തിലാണെന്നാണ് വിശ്വാസം. ഇതുകൂടാതെ ഹനുമാന്റേതെന്ന് പറയപ്പെടുന്ന വലിയ കാൽപാദങ്ങൾ ഇന്നും അശോകവാടികയിൽ നമുക്ക് കാണാം. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ ഒരു പാലം പോലെ ലൈം സ്റ്റോൺ കൊണ്ടുണ്ടായ ഒരു സ്ട്രക്ചറാണ് രാമസേതു അഥവാ ആദംസ് ബ്രിഡ്ജ്. ഇതിനെ ചൊല്ലി പല വിവാദങ്ങളും നിലനിൽക്കുന്നു. രാമായണത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇത് പ്രകൃതിയിൽ തനിയെ ഉണ്ടായതല്ലെന്നും ഇത് മനുഷ്യനിർമ്മിതമാണെന്നും അവകാശപ്പെടുമ്പോൾ മറ്റു ചിലർ ഇത് പ്രകൃതിയിൽ താനെ ഉരുവാക്കപ്പെട്ടതാണെന്ന് അല്ലെങ്കിൽ തനിയെ ഉണ്ടായതാണെന്നും അവകാശപ്പെടുന്നു. രാമായണം നടന്ന കാലഘട്ടത്തിൽ ശ്രീരാമ ഭഗവാന് ലങ്കയിലേക്ക് കടക്കുവാനായിട്ട് അദ്ദേഹത്തിന്റെ വാനരപ്പട തയ്യാറാക്കിയതാണ് ഈ രാമസേതു അല്ലെങ്കിൽ ഈ ഒരു സേതുബന്ധനം എന്നാണ് രാമായണത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദു വിശ്വാസികൾ അവകാശപ്പെടുന്നത്. 2007 ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യ ഈ രാമസേതു അല്ലെങ്കിൽ ആദംസ് ബ്രിഡ്ജ് പ്രകൃതിയിൽ താനെ ഉരുത്തിരിഞ്ഞു വന്നതാണെന്നും
അല്ലെങ്കിൽ ഉണ്ടായതാണെന്നും മനുഷ്യനിർമ്മിതമല്ലെന്നുമുള്ള ഒരു വാദം മുന്നോട്ട് വെക്കുകയുണ്ടായി. ഇന്ത്യൻ ഗവൺമെന്റ് അന്ന് ഇതിനെ പിന്താങ്ങിക്കൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് സമർപ്പിക്കുകയുണ്ടായി. അതിൽ ഈ ഒരു രാമസേതു ശ്രീരാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതല്ലെന്നും ഇത് പ്രകൃതിയിൽ തന്നെ ഉരുത്തിരിഞ്ഞതാണെന്നുമുള്ള ഒരു വാദമാണ് മുന്നോട്ട് വെച്ചത്. ഇതിനുശേഷം ICHR അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്താൻ തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ ഇത് പിന്നീട് നടപ്പായില്ല. പിന്നീട് 2021 ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓൺ ആർക്കിയോളജി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു പഠനത്തിന് തയ്യാറെടുക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ തമിഴ്നാട്ടിലെ തീരപ്രദേശമായ രാമേശ്വരത്തിന് അടുത്തായിട്ടുള്ള പാമ്പൻ ദ്വീപിനും ശ്രീലങ്കയുടെ തീരപ്രദേശമായിട്ടുള്ള മന്നാർ ദ്വീപിനും ഇടയിലാണ് ഈ ഒരു രാമസേതു നിലനിൽക്കുന്നത്. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു സ്ഥലം ഒരു കപ്പൽ യാത്രാ മാർഗമാക്കാൻ അല്ലെങ്കിൽ ഷിപ്പ് ചാനൽ ആക്കാനുള്ള ആലോചനകൾ തുടങ്ങിയിരുന്നു. എന്നാൽ അവർ അതിനുള്ള നടപടികളൊന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോയില്ല. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം 2001 ഇന്ത്യൻ ഗവൺമെന്റ് സേതു സമുദ്രം പ്രൊജക്ട് എന്ന പേരിൽ ഈ ഒരു ആശയം പിന്നെയും മുന്നോട്ട് വെക്കുകയുണ്ടായി. എന്നാൽ ഇത് ഹിന്ദു വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചു. രാജ്യത്താകമാനം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുത്തപ്പോൾ പിന്നീട് ഈ പദ്ധതി മുന്നോട്ട് പോയില്ല. വാൽമീകി രചിച്ച രാമായണത്തിൽ ഇന്നത്തെ ഭാരതത്തിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് അല്ലെങ്കിൽ അന്നത്തെ രാവണന്റെ ലങ്കയിലേക്ക് കടക്കുവാനായിട്ട് ഭഗവാൻ ശ്രീരാമന് വേണ്ടി അദ്ദേഹത്തിന്റെ വാനരപ്പട ഒരു പാലം നിർമ്മിച്ചതായിട്ട് പരാമർശിക്കുന്നുണ്ട്. ഇതിനെ സേതുബന്ധനം എന്നാണ് അതിൽ വിളിക്കുന്നത്. ഇത് നിർമ്മിക്കാനായിട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കല്ലുകളാണ് ഉപയോഗിച്ചതെന്നാണ് അതിൽ പരാമർശിക്കുന്നത്. ഇന്നും രാമേശ്വരത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന ഇതിനുപയോഗിച്ചതായി വിശ്വസിക്കപ്പെടുന്ന കല്ലുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഒരു ബ്രാഹ്മണൻ കൂടിയായ രാവണനെ വധിച്ചതിലുള്ള ആ പാപത്തിനുള്ള പ്രായച്ചിത്തമായിട്ടാണ് അദ്ദേഹം രാമേശ്വരത്ത് ശിവലിംഗം സ്ഥാപിച്ച് ആരാധന നടത്താൻ തീരുമാനമെടുക്കുന്നത്. ഹനുമാനെ ശിവലിംഗം കൊണ്ടുവരാനായിട്ട് അദ്ദേഹം കൈലാസത്തിലേക്ക് പറഞ്ഞു വിടുന്നു. എന്നാൽ ഹനുമാൻ വൈകിയത് കാരണം സീതാദേവി മണല് കൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി ശ്രീരാമന് നൽകുന്നു. അദ്ദേഹം അത് പ്രതിഷ്ഠിച്ച് പൂജ തുടങ്ങുന്നു. പിന്നീട് ഹനുമാൻ കൈലാസത്തിൽ നിന്നും ഒരു ശിവലിംഗമായി തിരിച്ചു വരുന്നു. എന്നാൽ പ്രഭു ശ്രീരാമചന്ദ്രൻ ആദ്യമേ ഒരു ശിവലിംഗം വെച്ച് പൂജ തുടങ്ങിയതറിഞ്ഞ് ഹനുമാൻ വിഷണ്ണനാകുന്നു. എന്നാൽ പ്രഭു ശ്രീരാമചന്ദ്രൻ ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗവും ആ പ്രദേശത്ത് തന്നെ പ്രതിഷ്ഠിച്ച് പൂജ നടത്തുന്നു അല്ലെങ്കിൽ ആരാധന നടത്തുന്നു. ഇന്നും നമുക്ക് രാമേശ്വരത്ത് രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ ഈ 2 ശിവലിംഗങ്ങളും കാണാൻ വേണ്ടി സാധിക്കും. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരവേ യാത്രാമധ്യേ സീതാദേവിക്കും വാനരപ്പടയ്ക്കും വലിയ രീതിയിലുള്ള ദാഹം ഉടലെടുക്കുന്നു. പ്രഭു ശ്രീരാമചന്ദ്രൻ കടലിലേക്ക് ഒരു അമ്പെയ്യുകയും അവിടെ ഒരു ജലസ്രോതസ്സിന് പിറവി കൊടുക്കുകയും ചെയ്തു. ഇതിനെ വില്ലൊന്തി തീർത്ഥം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്നും നമുക്ക് രാമേശ്വരത്ത് ഈ ഒരു തീർത്ഥം അല്ലെങ്കിൽ ഈ ഒരു കിണർ കാണുവാനായിട്ട് സാധിക്കും. കടലിൽ നിന്നും ഉടലെടുക്കുന്ന ഈ ഒരു ജലസ്രോതസ്സിന് അത്ഭുതകരമായിട്ടുള്ള പല വസ്തുതകളുമുണ്ട്. ഇതിന്റെ ജലം ശുദ്ധമാണെന്ന് മാത്രമല്ല ഇതിൽ ചെറിയ രീതിയിലുള്ള മധുരമാണുള്ളത്. ഉപ്പുരസം തരി പോലുമില്ല. വാൽമീകി എഴുതിയ രാമായണത്തിൽ ഹനുമാൻ ലങ്കയിലേക്ക് കടക്കുമ്പോൾ ലങ്കയിലെ കോട്ടയ്ക്ക് കാവലായിട്ട് 4 കൊമ്പുള്ള ആനകൾ ഉണ്ടായിരുന്നത് കണ്ടു എന്ന് പരാമർശിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 4 കൊമ്പുള്ള ആനകൾ പണ്ട് കാലത്ത് ജീവിച്ചിരുന്നു എന്നതിന് ആധുനിക ശാസ്ത്രത്തിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇവയെ ഗോംഫോത്തേഴ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവ 12 മുതൽ 1.6 മില്യൺ വർഷങ്ങൾ മുമ്പ് വരെ ജീവിച്ചിരുന്നു എന്നാണ് പഠനങ്ങൾ വെളിവാക്കുന്നത്. വാൽമീകി എഴുതിയ രാമായണത്തിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത് ത്രേതായുഗത്തിലാണ്. ഹിന്ദു വിശ്വാസ പ്രകാരം ശരിയായി പറഞ്ഞാൽ ഏകദേശം 1 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്. ആധുനിക ശാസ്ത്രപ്രകാരം നാം ഇന്ന് കാണുന്ന മനുഷ്യവർഗത്തിലേക്ക് അല്ലെങ്കിൽ ഹോമോസാപ്പിയൻസിലേക്ക് നാം പരിണാമപ്പെട്ടത് 2 ലക്ഷം BC മുതൽ 10,000 BC വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ആദ്യകാല മനുഷ്യവർഗമായിട്ടുള്ള ഹോമോ ഇറക്ടക്സ് ഇല്ലാതാകുന്നത്. ഒരുപക്ഷെ രാമായണം മാത്രമായിരിക്കാം ഇത്തരത്തിൽ 2 ഹ്യൂമൻ സ്പീഷീസ് അല്ലെങ്കിൽ 2 തരത്തിലുള്ള മനുഷ്യവർഗങ്ങൾ ഒരേ സമയം ജീവിച്ചിരുന്നതായിട്ട് പരാമർശിക്കുന്ന ഏക പുരാതന ഗ്രന്ഥം. വാൽമീകി രചിച്ച രാമായണ പ്രകാരം പ്രഭു ശ്രീരാമചന്ദ്ര ഭഗവാൻ രാവണനെ നിഗ്രഹിച്ച് ഏകദേശം 21 ദിവസം എടുത്താണ് തിരിച്ച് അയോധ്യയിലെത്തുന്നത്. ഇതിനെയാണ് അല്ലെങ്കിൽ ഈ തിരിച്ചുവരവിനെയാണ് ഇന്നും ദീപാവലിയായിട്ട് ആഘോഷിക്കുന്നത്. രാവണനെ നിഗ്രഹിച്ച ദിവസം അതാണ് ഇന്നും ദസറയായിട്ട് അല്ലെങ്കിൽ വിജയദശമിയായിട്ട് ആഘോഷിക്കപ്പെടുന്നത്. ഇന്ന് ഗൂഗിൾ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ശ്രീലങ്കയിൽ നിന്ന് അയോധ്യയിലേക്ക് നടന്നു വരുന്ന ദൂരം അളന്നു കഴിഞ്ഞാൽ ഏകദേശം ഇതിനോട് സാമ്യമുള്ള തരത്തിലുള്ള ഒരു സമയമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഇത്തരത്തിൽ ഒരുപാട് തെളിവുകൾ രാമായണം യാഥാർത്ഥ്യമായിരുന്നു എന്ന് വാദിക്കുന്നവരെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേസമയം മറ്റു ചില വസ്തുക്കൾ ഉയർത്തിയിട്ട് നമുക്ക് രാമായണം ശരിക്കും ഒരു കഥയാണോ എന്ന് ചിന്തിക്കാനും സാധിക്കും. ഉദാഹരണത്തിന് ഹനുമാൻ സൂര്യനെ വിഴുങ്ങാനായിട്ട് പുറപ്പെട്ടു എന്ന് രാമായണത്തിൽ വാൽമീകി രചിച്ച രാമായണത്തിൽ പരാമർശിക്കുന്നുണ്ട്. അത്തരത്തിലൊരു കാര്യം ശരിക്കും നടന്നു എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ തന്നെ പ്രഭു ശ്രീരാമചന്ദ്രന്റെ അച്ഛനായിട്ടുള്ള ദശരഥ മഹാരാജാവ് 10 ദിശകളിലേക്ക് ഒരേ സമയം തേര് തെളിക്കാൻ കഴിവുള്ള ആളാണ് എന്ന് വാൽമീകി രചിച്ച രാമായണത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇതും നമുക്ക് ഇന്നത്തെ കാലത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത്തരത്തിൽ ഒരുപാട് വാദങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇത്രയും കാലം മുമ്പ് അതിപുരാതന കാലഘട്ടത്തിൽ ഓരോ സ്ഥലങ്ങളും കൃത്യമായി പരാമർശിച്ചിട്ട് അവിടെയുള്ള നടന്ന സംഭവങ്ങൾ കാണുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും വ്യക്തമായിട്ട് കാണിച്ചുകൊണ്ട് വ്യക്തമായിട്ട് വർണ്ണിച്ചുകൊണ്ട് ഒരാൾക്ക് ഇത്തരത്തിലൊരു കാവ്യം
മനസ്സിലെ സങ്കല്പം വെച്ച് മാത്രം അല്ലെങ്കിൽ സാങ്കല്പികമായി മാത്രം എഴുതുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ എല്ലാം തന്നെ ഇതിൽ വിശ്വസനീയമായിട്ടുള്ളതല്ല താനും. ഒരുപക്ഷെ വാൽമീകി മഹർഷി രചിച്ച രാമായണം കാലക്രമേണ പറഞ്ഞു വരുമ്പോൾ അതിൽ ഒരുപാട് അതിശയോക്തികൾ കടന്നുകൂടിയിട്ട് ഒരുപാട് കൂടുതൽ കഥകൾ വന്നുകൂടിയതായിരിക്കാം. അല്ലെങ്കിൽ കണ്ടതിനേക്കാൾ കൂടുതൽ എഴുതുമ്പോൾ അദ്ദേഹം ഒരു അതിശയോക്തി പ്രയോഗിച്ചതായിരിക്കാം. എന്തൊക്കെ തന്നെയാലും ഇത് പൂർണ്ണമായിട്ടും സംഭവിക്കാത്ത ഒരു കെട്ടുകഥ മാത്രമാണെന്ന് വിശ്വസിക്കുക എന്നത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ അഭിപ്രായം മറിച്ചായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് തന്നെയായാലും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.